നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് എഞ്ചിൻ അനാലിസിസ് ചെയ്യും. അനാലിസിസ് മൺഡേ തെക്കോളം അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ആണ്, പർപ്പസ് ലെവൽസ് ആണ് ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി. ഫസ്റ്റ് എൻജി അനാലിസിസ് ആണ്. ഇന്നത്തെ വീഡിയോ മേ ബി കുറച്ച് ലോങ് ആവാം, കാരണം എന്ന് വെച്ചാൽ ഞാൻ വീക്കെൻഡാണ്, ലോങ് വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡിൽ അനലൈസിസ് മാത്രമല്ല, ഞാൻ ലേണിംഗ് സെഷനും ചെയ്യാറുണ്ട്. സോ ലേണിംഗ് സെഷൻ ഒരു ചെറിയൊരു ലേണിംഗ് സെഷൻ ഉണ്ടാവാം. ഓക്കെ, സോ നമുക്ക് ലേണിംഗ് എന്താണെന്ന് നമുക്ക് കൂടി നോക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് എൻജി അനാലിസിസ് ചെയ്യാം. എൻജി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ ഷെയർ ചെയ്താൽ സ്റ്റിൽ അതിൻ്റെ അകത്ത് തന്നെയാണ് എൻജി, നോ ചേഞ്ചസ്. യെസ്, ഇനി നെക്സ്റ്റ് എൻജിയിൽ നമുക്ക് പറയാനുള്ളത് എൻജി ഇപ്പം അടിച്ച ഈ ലോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് ഡൗൺ സൈഡ് നമുക്ക് കിട്ടും എൻജി. ഓക്കെ, കാരണം വെച്ചാൽ എൻജി വീക്ക്നെസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്ന ഫോൾ, ഈ ഫോൾ എ ബി എൻ സിയുടെ ആണ്. സിയുടെ 1 2 3 4 and 5 അങ്ങനെ സ്ട്രക്ചർ ഫോർത്ത് നമുക്ക് കാണുന്നുണ്ട് എൻജി. സോ കൺസോൾട്ടേഷൻ പീരിയഡ് ഡൗൺ സൈഡാണ് തീരുള്ളൂ. 127%, പെർഫെക്റ്റ് 127. സോ 127 ബ്രേക്ക് ചെയ്താൽ 141 and 161% നമുക്ക് കിട്ടും. ഓക്കെ, ഈ 127 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എൻ ജി. ഓക്കെ, സോ മീൻസ് ഡൗൺ സൈഡ് പിന്നെ ഓപ്പൺ ആകും, അതാണ് നമുക്ക് എൻ ജിയിൽ ശ്രദ്ധിക്കണം. ബുള്ളിഷ്നെസ് എൻ ജിയിൽ ഇതിൻ്റെ അപ്പോൾ മാത്രമേ ബുള്ളിഷ്നെസ് നമുക്ക് എൻ ജിയിൽ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ എൻ ജിയുടെ നമ്മുടെ ഫോർദർ ലെവൽസ്. ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ ഫോർദർ, ബട്ട് ഹ്യൂജ് അപ്സൈഡ് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ താഴേക്ക് തന്നെ നമുക്ക് നോക്കാം എൻ ജിയിൽ. ഇനി ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. ക്രൂഡ് ഓയിൽ വെരി ഗുഡ്, മുകളിലേക്ക് പോയിക്കൊണ്ട് നമ്മൾ ലാസ്റ്റ് അന്ന് ഡിസ്കസ് ചെയ്താണ്. 1 2 3 4 5 ക്രൂഡ് ഐ തിങ്ക് അതേപോലെ തന്നെയാണ് ഇപ്പോൾ മുകളിലേക്ക് പോയിരുന്നത്. റൈറ്റ്, ഡൗട്ട് ഐ തിങ്ക് ഉണ്ടാവില്ല. ഇത് ഉണ്ടാവും 1 2 and 3 എക്സാക്ട് 4 and then 5 പെർഫെക്റ്റ്ലി 5 ആണ് എൻജിയിൽ ക്രൂഡ് ഓയിലിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ക്രൂഡ് ഓയിൽ ഇനി നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? റൈറ്റ്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായി ക്രൂഡ് ഓയിൽ. നമുക്ക് ഇനി നോക്കാനുള്ളത് ഫിബനാച്ചി എടുക്കുക, 5th ഫോർദർ ലെവൽസിൽ ഇവിടുന്ന് ഇങ്ങനെ വയ്ക്കുക. ആൻഡ് ദെൻ ക്രൂഡ് ഓയിലിൻ്റെ ഫോർദർ റെസിസ്റ്റൻസ് ലെവലാണ് ഇതും. മേ ബി ഐ തിങ്ക് ക്രൂഡ് ഓയിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ബുക്കിംഗ് വരേണ്ടതാണ്. കാരണം വെച്ചാൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് പോയ 1 2 3 4 5 ഇത് ഇത്രയാണ്. സോ ഇത് ഫുൾ 1, ഇത് 2, ഇത് 3 ആണ് ഓൺ ഗോയിങ്. റൈറ്റ്, ഇൻറ്റേർണൽ 5 മിനിറ്റ്സിൻ്റെ 1 2 3. സോ ഇത്ര തന്നെ ഫോൾ വീണ്ടും വരാനുള്ള ചാൻസ്, ബട്ട് സ്ലോ ആയിരിക്കും. ഇത് ഫാസ്റ്റ് ആയിരുന്നു, എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. ഇത് ഫുള്ള് ഞാൻ കൂട്ടുന്നത് 1 ആണ്, ഇത് 2 ആണ്. ഇത്ര തന്നെ ഈ 2 ഇത്ര തന്നെ ഫോൾ വരും. ഓക്കെ, ഇത് 3 ഫുൾ ഓവർ ഗോയിങ് ആണ്. എവിടെ വരെ പോകും അത് പോട്ടെ, എന്നിട്ടേ ബാക്കി എന്തെങ്കിലും 3 and then വീണ്ടും 4th ഫോൾ നമുക്ക് കിട്ടും. ഇത്ര തന്നെ ഉണ്ടാകും, ബട്ട് ഇത് ഫാസ്റ്റ് ആണെങ്കിൽ ഇത് സ്ലോ ആയിരിക്കും. റൈറ്റ്, ആൻഡ് ദെൻ 5th വീണ്ടും നമുക്ക് അപ്പ് സൈഡ് വീണ്ടും കിട്ടും. ബട്ട് ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് ബുക്കിംഗ് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാവുള്ളൂ. ബട്ട് ഈ വരുന്ന 4th ഫോൾ സ്ലോ ആയിരിക്കും. സോ അത് പ്ലേ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അതിൽ. സ്ലോ ഇത്ര തന്നെ പോയിൻറ്റ്സിൻ്റെ ഫോൾ വരുള്ളൂ അതിൽ. ഫോളെന്ന് പറയുന്നത് റീട്രേസ്മെൻ്റ് ആണ്, ഫോളല്ല. റൈറ്റ്, എത്ര 1500 പോയിൻറ്റ്സ്, 1550 പോയിൻറ്റ്സ്. ഇത്ര തന്നെ റീട്രേസ്മെൻ്റ് ആണ് ഇവിടുന്ന്. മുകളിൽ നിന്ന് എവിടെ നിന്ന് വരുന്നു അത് എനിക്കറിയില്ല. ഇനി 111% ആണോ വരുന്നത്, ഓർ 127%, എവിടെ നിന്ന് നമുക്ക് നോക്കാം. താഴേക്ക് വന്നിട്ട് ABC സ്ട്രക്ചറിലാണ് താഴേക്ക് വരുള്ളൂ. സ്ലോ ഫോൾ ആയിരിക്കും ഉള്ളത്, സ്ലോ റീട്രേസ്മെൻ്റ് ആയിരിക്കും, ഫോളല്ല. മേ ബി എത്ര വരെ പോകുന്നു അത് ആദ്യം പോട്ടെ, പിന്നെ നമുക്ക് അത് നോക്കാം. റൈറ്റ്, സോ ഇനി നിഫ്റ്റിയിലേക്ക് കിടക്കാം. നിഫ്റ്റി കൂടുതൽ ഞാനൊന്നും പറയണില്ല. റൈറ്റ്, നിഫ്റ്റിയിൽ ആക്ച്വലി ലാസ്റ്റ് വീക്ക് ഞാൻ ഫുൾ ബിസിയും ആയിരുന്നു. പ്ലസ് എനിക്ക് ക്ലിയർ ഒരു സ്ട്രക്ചർ ഒന്നും കിട്ടുന്നില്ല, പറയാൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മാർക്കറ്റിൽ ഒന്നും വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ മടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബട്ട് ഇപ്പോൾ ആസ് പെർ നൗ, റൈറ്റ്, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ ടൈപ്പ് ഓഫ് ഒരു ചാനൽ പറയാം. റൈറ്റ്, ചാനലാണോ ഡയഗണൽ പാറ്റേൺ ആണോ എന്താണ് നമുക്ക് നോക്കാം. ഇതിങ്ങനെ, ഓക്കെ, റൈറ്റ്, ഇതാണ് ഇപ്പോൾ മാർക്കറ്റിൽ എനിക്ക് കിട്ടുന്നത്. എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ ചുമ്മാ അങ്ങനെ ഇതായി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ ഒരു ലോജിക്കില്ല, സെൻസ് ഇല്ലാത്ത മാർക്കറ്റ് ഇപ്പോൾ മൂവ് നടക്കുന്നുള്ളൂ. മറ്റേ ടെക്നിക്കലി ഇതിനകത്ത് ഒന്നും കാണുന്നില്ല. അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നമ്മൾ സൈഡായിട്ട് മിണ്ടാതിരിക്കുക, അത് നോക്കുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. റൈറ്റ്, ഇന്നത് ഇങ്ങനെ പെർഫെക്റ്റ്ലി ഇവിടെ വന്നു. ഇത് നമ്മൾ നേരത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആ സപ്പോർട്ടിനോട് സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് വീണ്ടും ഇവിടെ കണ്ട കൺസോളിഡേഷൻ ആൻഡ് ദെൻ മുകളിലേക്കാണ് പ്രൈസ്. സോ ഈ പ്രൈസ് പ്രോപ്പർലി മുകളിലേക്ക് പോയിട്ട് ഇവിടെ വരെ ഈ ബ്ലാക്ക് ലൈൻ റെസിസ്റ്റൻസ് ആ ടച്ച് ചെയ്ത് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ, എടുത്ത് താഴേക്ക് വരുന്നുണ്ടോ, എങ്ങനെയാണോ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ കൊടുത്തു, പക്ഷേ ആ ബ്രേക്ക് ഔട്ടിൽ ട്രാപ്പ് ആവരുത്. കാരണം വെച്ചാൽ ആ ബ്രേക്ക് ഔട്ട് ട്രാപ്പ് ആണെങ്കിൽ എന്താവാം, റൈറ്റ്, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി.
ട്രാപ്പ് ആവരുത്. കാരണം വെച്ചാൽ മാർക്കറ്റ് നല്ലപോലെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഫോൾ ABC സിസ്റ്റം ഫോൾ. സോ ഇത് ബോട്ടം ഔട്ട് സൈൻ ഇപ്പോൾ കിട്ടണില്ല എനിക്ക്, അത് തന്നെ പറയാനുള്ളതാണ്. ബോട്ടം സൈൻ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഗ്യാപ്പ് ഫില്ലിൻ്റെ ആ ഒരു സിനാരിയോ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഈ സ്മോൾ ടൈം ഫ്രെയിം ഫസ്റ്റ് ഇത് നോക്കട്ടെ. ഇത് ഇങ്ങനെയാണ് പോകുന്നത് മുകളിലേക്ക്. പ്രൈസ് 50 മിനിറ്റ്സ് കണ്ട കറക്ഷൻസിലാണ് മുകളിലേക്ക് പോകുന്നത് ABC. സോ ഹൗ കെൻ ഐ സേ ബോട്ടം ഔട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനേ ഇല്ല. ഈ ചാനലിൻ്റെ ബ്രേക്കൗട്ട് ആയ പ്രൈസ് ചെറുപ്പം എന്ത് ചെയ്യും, മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് ഫോൾ ചെയ്യും. ഫിഫ്ത്തിൻ്റെ നമ്മൾ നേരത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത 1 2 3 4 5. സോ ഇത് മേ ബി 3 ഡേ ചാനൽ ആവാം. 4th ബ്രേക്കൗട്ട് കാണിച്ചിട്ട് എല്ലാവരും ചാനലിൻ്റെ ബ്രേക്കൗട്ട് കാണിച്ചിട്ട് 4th റെസിസ്റ്റൻ്റ് താഴേക്ക് വീണ്ടും ചെയ്യും, 4th. അതാണ് നമുക്ക് നോക്കാനുള്ളത്. മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കുക, ടെക്നിക്കലി ആദ്യം ഫോം ചെയ്യട്ടെ. ഓക്കെ, എന്നിട്ടേ ബാക്കി എനിക്ക് എന്തെങ്കിലും പറയാനുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചാനലിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ. റെസിസ്റ്റൻസ് ടെക്നിക്കലി ഈ ഒരു സിംഗിൾ ലെഗ് മാത്രമേ നമുക്ക് ഇനി നോക്കാനുള്ളതാണ്. ഈ ഒരു സിംഗിൾ ലെഗ്. ഓക്കെ, ഈ ഒരു സിംഗിൾ ലെഗ് ഫ്രം ഈ ടോപ്പ് ടു ഇപ്പോൾ അടിച്ച ബോട്ടം, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. 50% 161.80% ആണ്. പെർഫെക്റ്റ്ലി ഓൾമോസ്റ്റ് സിങ്ക് ആകും. ഓക്കെ, ചാനലിൻ്റെ അവിടെയും സിങ്ക് ആകും, ചാനലിൻ്റെ മുകളിലത്തെ റെസിസ്റ്റൻസും ആൻഡ് നമ്മുടെ ഈ ഒരു റേഷ്യോ എന്താ പറയുക 61.80% ഉണ്ട്. ഓക്കെ, സോ മൺഡേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കാതെ. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനൊന്ന് പറയുന്നത്, ബട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതാണ്. മാർക്കറ്റ് ഇൻ കേസ് ഇത് 4th ബ്രേക്കൗട്ട് എങ്ങനെ കാണിച്ചിട്ട് ഫെയിൽ ആൻഡ് 5th ഫോൾ തരുവാണ് ഡൗൺ സൈഡ്. സോ ഇത്രയ്ക്ക് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയ്ക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് ഇവിടെ ആഡ് ചെയ്യുക, കിട്ടുവാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ആഡ് ചെയ്യുക. ഓക്കെ, സോ കുറച്ച് എൻട്രി ആഡ് ചെയ്യാവുള്ളൂ. കാരണം വെച്ചാൽ ഇവിടുന്ന് മേ ബി ഇപ്പോൾ ഞാൻ ബിഗർ ടൈമിൽ സപ്പോർട്ട് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നത്, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ. സോ മേ ബി ഇവിടുന്ന് ഇൻ കേസ് ബോട്ടം ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻ കേസ് തയ്യുന്നില്ല, ഇപ്പോൾ ഇൻ കേസ് ചെയ്യുകയാണെങ്കിൽ സോ നമുക്ക് ഒരു വിഷമം ഉണ്ടാവും. നമ്മൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത്. സോ ഇവിടുന്ന് കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യുക, കുറച്ച് ആ താഴത്തെ ഗ്രീൻ ലൈൻ, ദാറ്റ് മീൻസ് 21,500 ആൻഡ് ദെൻ പിന്നെ ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഇപ്പോൾ സൈൻ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാം. ഓക്കെ, യെസ്, ലേണിംഗ് സെക്ഷനിൽ എന്താണ് എനിക്ക് പറയാനുള്ളത്? 2-3 പേരുടെ ചോദിച്ചു ഫിബനാച്ചി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഇതാണ് ഫിബനാച്ചി. ഓക്കെ, ഫിബനാച്ചിയിൽ നമ്മളിപ്പോൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ. 3 ഡോട്ട്സിൽ നമുക്ക് പോവുക. ലാസ്റ്റിൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു താഴേക്ക് ഇത് ഇവിടെ ഫർദർ റേഷ്യോസ്, ഈ റേഷ്യോസ് തന്നെ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ പെർഫെക്റ്റ്ലി ഇതിൻ്റെ റേഷ്യോസ് നമ്മുടെ ഫിബനാച്ചി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിബനാച്ചി തന്നെയാണ്. ബട്ട് അതിൻ്റെ റീട്രേസ്മെൻറ്റ് മീൻസ് ഇതിൻ്റെ റേഷ്യോസ് ഡിഫറെൻ്റ് ആണ് നമ്മുടെ ആസ് പെർ എലിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫർദർ ഈ റേഷ്യോസ് എല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യും. 111% ഞാൻ എപ്പോഴും മാർക്ക് ചെയ്യാനുണ്ട്. മസ്റ്റായിട്ട് നിങ്ങളത് മാർക്ക് ചെയ്യണം, 111%. ഓക്കെ, സോ അതാണ് ഇത്രയ്ക്ക് റേഷ്യോസ്. 111% ഇതാണ്. ഓക്കെ, 111% ഇത് മസ്റ്റാണ്. പിന്നെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്താണ് എപ്പോഴും ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേർക്ക് പല ഞാൻ കൺഫ്യൂഷൻ കാണാറുണ്ട്. ഈ ഏത് റേഷ്യോ എവിടെ വർക്ക് ചെയ്യും? ഓക്കെ, ഡിഫറെൻറ്റ് റേഷ്യോസ് ആണ്, ബട്ട് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റ്, 50%, 61.80%. സോ എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും യൂഷ്വലി പറയാനുണ്ട്, എന്താണ് സപ്പോസ് മാർക്കറ്റ് ലേണിംഗ് സെഷനാണ്, മീൻസ് വീണ്ടും ഒരു ലേണിംഗ് സെഷൻ തന്നെ തരാം. സപ്പോസ് മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഈ ഒരു സിനാരിയോയിൽ സെക്കൻഡ് വേയുടെ ഫോളോ വരുവാണെങ്കിൽ നമ്മുടെ റേഷ്യോ മേജർ റേഷ്യോസാണ് 61.80%, 81%. സോ ഈ ഫസ്റ്റ് ബൗൺസ് വന്നു കഴിഞ്ഞ് സെക്കൻഡ് വരുന്ന ഫോളിൻ്റെ ആ ഒരു സിനാരിയോയിൽ 81.0% ആ റേഷ്യോ അതിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ റേഷ്യോയുടെ വാല്യൂ ഉള്ളൂ. മനസ്സിലായോ? ബാക്കി റേഷ്യോസ് വാല്യൂ വരാണ്, അവിടെ നിന്ന് ബൗൺസ് ഒക്കെ വരും. ബട്ട് മേജർ ബൈങ് വരാനുള്ള ചാൻസസ് ഈ ഒരു 81.0% ഈ ഒരു റേഷ്യോ ഉണ്ടല്ലോ, ഇവിടെ നിന്നായിരിക്കും 81.0% ആ ഒരു റേഷ്യോ, അവിടെ നിന്നായിരിക്കും ബൈങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. റൈറ്റ്, മനസ്സിലായി? 81.0% ഒരു വാല്യൂ എവിടെയാണ്? 61.80% വരാം, ബട്ട് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് 81.0% ടച്ച് ചെയ്യുക. ഇവിടുന്ന് ബുള്ളിഷ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്യും. റൈറ്റ്, സോ ഇതാണ് 81. ഇനി ഇത് കഴിഞ്ഞു. ഓക്കെ, സോ തേർഡ് വേവിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് എക്സ്റ്റൻഷനാണ്. അത് എലിറ്റ് വ്യൂ ചുരുളിൽ എല്ലാവർക്കും അറിയാം. റൈറ്റ്, പിന്നാണ് എല്ലാവർക്കും അറിയാം, വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും കാണുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ 50% ഒരു റേഷ്യോ, ഫോർത്തിൻ്റെ റീട്രേസ്മെൻറ്റ് താഴേക്ക് വരുള്ളൂ. സോ ഫോർത്തിൻ്റെ റീട്രേസ്മെൻറ്റിൽ എപ്പോഴും വരുന്നത് ഏതൊക്കെ റേഷ്യോസാണ്? 38.20% ആൻഡ് മാക്സിമം 50%.
ഇത് റൂളാണ്. അതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, റൂളാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഫോർത്തിൻ്റെ ഫോൾ അതായത് റിട്രേസ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ റേഷ്യോ ഏതാ വാല്യൂബിളാണ് 50%. 61.80% റെയർ ചാൻസസിൽ വരുള്ളൂ. ബട്ട് യൂഷ്വലി ട്രെൻഡിങ് ഇമ്പൾസ് ആണെങ്കിൽ മീൻസ് നോർമലി കറക്റ്റായിട്ട് വേവ് പോവുകയാണെങ്കിൽ ആ സിനറിയോ ഈ സിനറിയോ 50% ആ റേഷ്യോ നമ്മുടെ മെയിൻ റേഷ്യോ ആയിരിക്കും. റൈറ്റ്, ഇപ്പോൾ മനസ്സിലായല്ലോ 81.0% എങ്ങനെയാണ്, ഒരു 50% എങ്ങനെയാണ്. റൈറ്റ്, ഇതാണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ. വേവിൽ ഏത് മീൻസ് ഇപ്പോൾ സെക്കൻഡ് വേവിലാണെങ്കിൽ അതിൽ ഇതാണ് വാല്യൂബിൾ, ആൻഡ് ഫോർത്തിലാണെങ്കിൽ 50% റേഷ്യോ ആണ് വാല്യൂബിൾ. പിന്നെ ഇനി ഫിഫ്ത്ത് വേവ് സ്റ്റാർട്ടായി. ഫിഫ്ത്ത് വേവിൽ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് വെക്കണം. ഫ്രം 30 ഫോർത്തിലേക്ക് ഇങ്ങനെ വെക്കുക. ആ ഒരു സിനാരിയോയിൽ വരുന്നത് ഏതൊക്കെ റേഷ്യോസാണ്? ആ ഒരു സിനാരിയോയിൽ വരുന്നത് 127%, 111 വരും, 127 ആൻഡ് 161. അതിൽ ഫിഫ്ത്തിൽ നമ്മൾ തിരിച്ച് വെക്കണം. ഫിഫ്ത്ത് വേവിൽ തിരിച്ച് വെക്കണം. ഫിഫ്ത്ത് വേവിലേ ഇങ്ങനെ തിരിച്ച് വെക്കാവുള്ളൂ. ഓക്കെ, ഫിഫ്ത്ത് വേവിൽ തിരിച്ച് വെക്കാവുള്ളൂ. ആൻഡ് അതിലാണ് ഈ നമ്മുടെ റേഷ്യോസ് മസ്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാനുള്ള 2 റേഷ്യോസാണ്. 111% എപ്പോഴും യൂസ് ചെയ്യുക, 127% ആൻഡ് പിന്നെ 161.80%. ഫിഫ്ത്ത് വേവ് നമ്മുടെ എന്തായാലും ഇത്ര മാത്രമേ നമ്മൾ ടാർഗറ്റ് എടുക്കാവുള്ളൂ ഫിഫ്ത്ത് വേവ്. സോ മനസ്സിലായല്ലോ. സോ സെക്കൻഡിൽ, ഫോർത്തിൽ ആൻഡ് ഫിഫ്ത്തിലാണ് നമ്മുടെ ഈ റേഷ്യോസ് വാല്യൂബിളാണ്, മസ്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അല്ലാണ്ട് ബാക്കി ചെറിയ റേഷ്യോസ് ഉണ്ട്, ബട്ട് അത് ഏത് കേസസിലാണ് എക്സ്റ്റൻഷനിൽ അവരോടൊക്കെ യൂസ് ചെയ്യാം. മനസ്സിലായോ? അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പഴയ വീഡിയോസ് എൻ്റെ മസ്റ്റായിട്ട് കാണണം. ലേണിംഗ് സെക്ഷൻ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. സോ ഈ ഡൗട്ട്സ് ചോദിക്കുക, കുഴപ്പമൊന്നുമില്ല, എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ അപ്കമിങ് ടൈമിൽ എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും കൂടി മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. മാക്സിമം ഷെയർ എല്ലാവരും ഒത്തിരി കുറവാണ് കേട്ടോ, ഷെയർ ചെയ്യുന്നില്ല. എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഞാൻ വേഗം ഇനി വീഡിയോ നമുക്ക് തീർക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ്. ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ എൻ്റെ ബാങ്ക് നിഫ്റ്റി ചാനലിലാണ്. ഐ തിങ്ക് ഒത്തിരി പേര് കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇതൊക്കെ. കാരണം ഇതൊക്കെ നോർമലാണ്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബാങ്ക് നിഫ്റ്റി ഇതിങ്ങനെ ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ്, കണ്ടോ? നിങ്ങൾക്ക് തന്നെ വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. ചാനലിലാണെങ്കിൽ മനസ്സിലാക്കിയിടുക തേർഡാണ്. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. ചാനലിലാണെങ്കിൽ മനസ്സിലാക്കിയിടുക തേർഡാണ് മോസ്റ്റ്ലി. ഏത് ഇലിറ്റ് വേവ് ചോരി തന്നെ പറഞ്ഞു തരുള്ളൂ. അല്ലാണ്ട് ഡയഗണൽ എൻറ്റി ഡയൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ബോട്ടം ഔട്ട് ആൻഡ് സൈഡ്. ചാനലിലാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഇത് ബ്രേക്ക് ഔട്ട് തന്നെ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ഫോർത്ത് എത്ര വരെ പോകാൻ നോക്കാം നമുക്ക്. ആൻഡ് ദെൻ വീണ്ടും ഈ അടിച്ച ലോ സേഫ് അല്ല. പിന്നെ ദാറ്റ് മീൻസ് ആ ഒരു സെനാരിയോ ഇപ്പോഴല്ല, ബട്ട് അതിൻ്റെ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ആവണം, എന്നിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കൺഫ്യൂഷൻ വേണ്ട, സമയമുണ്ട്, എല്ലാത്തിനും വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ചാൻസസ് കൂടിയാണ് ഇവിടെ ചാനൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഇവർ കാണിക്കുന്നത് ചാനലായിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോ വേറെ ടൈപ്പ് ലോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻഡി ഡയൽ പാറ്റേൺ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ടാവും. അതാണ്. സോ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഡയൽ പാറ്റേൺ ഉണ്ട്. സോ എല്ലാത്തിൻ്റെ കൗണ്ടിങ് ചെയ്യണം മസ്റ്റായിട്ട്. മുകളിൽ നിന്ന് വരുന്ന കൗണ്ടിങ്, ഇൻറ്റേർണൽ കൗണ്ടിങ് എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. എങ്ങനെയാണ് ഇൻറ്റേർണൽ കൗണ്ടിങ് ചെയ്യേണ്ടത് അതൊക്കെ എല്ലാം മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോഴേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. ആൻറ്റി ഡയൽ പാറ്റേൺ ആണോ അല്ലെങ്കിൽ ചാനൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെൻസെക്സിലും അതൊക്കെ എല്ലാം. ലാസ്റ്റ് ലെഗിൻ്റെ ഫോൾ നമുക്കിത് പിടിക്കാം. ലാസ്റ്റ് ലെഗിൻ്റെ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്കിങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? 50%, 61.80%. 61.80% വെക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ അത് റെസിസ്റ്റൻസ് ആയിരിക്കും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റീട്രേസ്മെൻറ്റിന് വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് വരും. ബട്ട് ആ ബ്രേക്ക് ഔട്ട് ശ്രദ്ധിക്കുക എന്തായിരിക്കും, അത് നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, ഇനി സെൻസെക്സ് പോകാം. ഇതൊക്കെ എല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഈ ഒന്നിനും തരാൻ നല്ലൊരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഹോപ്പ് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടാവും. മസ്റ്റായിട്ട് പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചാനൽ. ഇതിൻ്റെ സെൻസെക്സിൻ്റെ ഇതിൻ്റെ സ്ട്രക്ചർ എനിക്ക് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെയും മോസ്റ്റ്ലി ഇൻഡെക്സിൻ്റെ. ഓക്കെ, ബോട്ടം ഔട്ടിൻ്റെ സൈൻ സ്റ്റിൽ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ബോട്ടം ഔട്ടിന് സാധനം ഫസ്റ്റ് ഗ്യാപ്പ് തിയറി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല മോസ്റ്റ്ലി പ്രോപ്പർലി. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സിലിറ്റി പോകാം. മോസ്റ്റ്ലി ആസ് പെർ ഇന്നത്തെ ഒരു ഡേ കണ്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആവാം മൺഡേ. ബട്ട് ട്രംപ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം തന്നെ നേരെ ഓപ്പോസിറ്റ് ആവും. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ടെക്നിക്കലി മാർക്കറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. എല്ലാം ഇതാണ് നടക്കുന്നത് കേട്ടോ. ന്യൂസ് ബേസ്ഡ് ആണ് എല്ലാം നടക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ ഷെയർ ചെയ്തു.
ആൻഡ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിലെങ്കിൽ വരുമായിരിക്കും 61.80%. ഓക്കെ, ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ടാവും. നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വേറെ എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ അത് ഷെയർ ചെയ്യാം. ബട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.